Navanidam Bharat Kala Bhaskar. As an author, performer, guru and social worker, Shri P.K. Govindan Nambiar has contributed immensely in enriching and propagating the temple art forms of Kerala, Kudiyattam, Padhagam and Chakyar Kuthu. Nambiar had the conviction that art should be brought out of religious and social boundaries to the art lovers of all hues, irrespective of their caste and creed. He succeeded in his efforts and performed at several stages outside the temple premises, including rural and backward areas, setting an example for the next generation to emulate. He is one of the founders and gurus of Mani Madhava Gurukulam, which imparts training in the fields of Kudiyattam and Kuthu for the budding artists. As a mark of respect and reverence to his sumptuous efforts in the field of Kudiyattam, Navanidam Cultural Trust takes great pride to confer Bharat Kala Bhaskar Award to Shri P.K. Govindan Nambiar. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Dear friends, though we are associated with a lot of art forms, I feel this is the first time I'm getting an honor to recognize such a big person. I am honored. So, MP was supposed to come here, So he is not supposed to, he has had some problem in Delhi. He couldn't fly. Muralidharan asked us to do this with me. So I'm very happy to do that. Thank you, sir. സർ, രണ്ടു വാക്ക് ഞങ്ങളോട് സംസാരിക്കാം. സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ദലീതമായ കൂപ്പുകൾ. വേദിയിൽ എൻ്റെ ഒപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹൃദയന്മാരായ വ്യക്തികൾക്കും അതോടൊപ്പം നവതീതത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും എനിക്ക് ഇവിടെ വരാൻ സാധിച്ചതിൽ പ്രത്യേകം നന്ദി അറിയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത്രയും മഹത്തായ ഒരു ബഹുമതി ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ലോകത്തിൽ ഞാൻ ഭാരതം മുഴുവൻ വിദേശങ്ങളിലും ഒക്കെ ചെന്ന ദിക്കിലെവിടെ എല്ലായിടത്തും എന്നെ ജനങ്ങൾ ആരാധിച്ചു, എന്നെ ഉൾക്കൊണ്ടു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം. ലോകത്തിൻ്റെ ജനങ്ങളുടെ പ്രീതിയാണ്, ജനങ്ങളുടെ അനുഗ്രഹമാണ്, അവരുടെ സന്തോഷമാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഈ കലാകാരനില്ല. ആ ജനപ്രീതി എനിക്ക് കുറേ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം. ഈ കേരളത്തിൻ്റെ മുക്കിൽ കിടക്കുന്ന ഒരു സംസ്കൃത നാടകാഭിനയമായ അഭയരൂപമായ കുടിയാട്ടം എന്ന ഈ കല ഇന്ന് വിശ്വവിഖ്യാതമായി തീർന്നിരിക്കുക. ഇതിൽ കേരളീയരായ നമ്മളെല്ലാവരും, ഞാനടക്കം വളരെ സന്തുഷ്ടരാണ്. 42 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടി വിശ്വ മഹാകല എന്ന് വിശ്വത്തിൻ്റെ പാരമ്പര്യകല, പ്രാചീന പാരമ്പര്യകല എന്ന് ഉദ്ഘോഷിച്ചിട്ടുള്ള ആ മുഹൂർത്തം ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ കലയെ ലോകത്തിൻ്റെ കലയാക്കി, ഭാരതത്തിൻ്റെ കലയാക്കി
കലകളുടെ കളിയാക്കി വളർത്തിയെടുക്കാൻ സാധിച്ചത് നമ്മളെല്ലാവരുടെയും ഭാഗ്യമാണ്. അത് എൻ്റെയോ മറ്റാരുടെയോ ഒരാളുടെയോ അല്ല, എല്ലാവരുടെയും കേരളീയരുടെ മുഴുവൻ പ്രീതിക്ക് പ്രാപ്തമായിട്ടുള്ള ഈ മഹത്തായ സംഭവത്തെ ഞാൻ ഓർത്തുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തി ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെല്ലാവരും കൂടി ഇത്രയും ആദരണീയമായ ഒരു സദസ്സിൽ വെച്ച് എന്നെ ബഹുമാനിച്ചതിൽ ഞാൻ എന്നേക്കാളധികം കൂടിയാട്ടക്കലയോട് കൃതജ്ഞനാണ്. ഈ സംസ്കൃത നാടകാഭിനയ കല ഈ ലോകത്തിലെത്തിയില്ലോ എന്നുള്ളതിൽ ഉള്ള സന്തോഷം മാത്രം എല്ലാവരോടും കേരളീയരുടെ മൊത്തമുള്ള ഈ സന്തോഷത്തെ എനിക്ക് നിങ്ങളിൽ കൂടി പങ്കുവയ്ക്കാൻ സാധിച്ചുള്ള സന്തോഷം മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം വിനയപൂർവ്വം എൻ്റെ ഹൃദയത്തിൻ്റെതായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നന്ദിയുടെ പൂച്ചെണ്ടുകൾ സ്വീകരിക്കാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇത്രയും മഹത്തായ ഈ വേദി എനിക്കിങ്ങനൊരു സ്വീകരണം തന്നതിൽ ഈ വിശിഷ്ടമായ അവാർഡ് ഇതിൻ്റെ ഏറ്റവും വലിയ എത്രയാണ് ഇതിൻ്റെ വില എന്ന് പറയാൻ സാധ്യതയില്ല. കാരണം ജനങ്ങളുടെ അംഗീകാരം ആണ് ഞാൻ ഏറ്റുവാങ്ങുന്നത് എനിക്കറിയാം. അതിന് വീണ്ടും വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജഗദീശ്വരനോട് എൻ്റെ വാക്കുകൾ തൽക്കാലം മുഖത്തും ജയിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. Thank you, sir. We are really honored to have you here. അടുത്തത് നവനീതം ഭാരത് കലാരത്ന. As a teacher, researcher, performer and author, Dr. Anvesha Mohanto has made her mark in the world of Indian dance with efforts to interpret one of the oldest living dance traditions of India, Satriya Nritya. Her grace and liveliness of her dance and expressiveness of her abhinaya makes her distinguished, and her efforts through research and publications has made her the Renaissance girl of Satriya. Her attempts through Kalpa, a society for promotion of literature, art, culture and social harmony, allow the young exponents to speak and share their thoughts and ideas through dance and communicate the relevance of Indian dance in the contemporary world. As a mark of respect and reverence to her great talent, creation and service, we, members of Navneetam Cultural Trust, humbly express our heartiest wishes and take great pride in conferring the Bharat Kala Ratna Award to Dr. Anvesha Mohanto. I request Dr. Anvesha Mohanto to please come on to the stage and receive this award. Namaskar to each and every Rasika present over here. It's indeed a great honor for me to be a part of this beautiful initiative of Navneetam Cultural Trust, and I feel so blessed that I have been chosen for this award. And this award is not for me as a dancer, but it belongs to the entire Satriya fraternity. So I accept this award from Navneetam Cultural Trust on behalf of the entire Satriya fraternity, on behalf of all the practitioners, all the great masters and the young practitioners who are doing it day and night as a living art form in the Satriyas. Satriya dance is, as Sir has mentioned, that it's one of the oldest living dance traditions of our country, and even today it is practiced
as a living ritual in the Satras, the Vaishnava monasteries of Assam. So, as I said, this award is not for me. It's for the great tradition. It's for all the masters, all the practitioners, and I take the honor of accepting this award from the land of Guruvayur for the tradition. And especially I thank Navanitam Cultural Trust for bridging this wonderful cultural harmony from Assam to Kerala with this kind of initiative. Thank you so much for this honor. Thank you.